ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് കുക്കർ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഫുൾ ചിക്കൻ വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയിലും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഫില്ലിങ്ങും സ്റ്റഫ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കുക്കർ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇതാ ചിക്കന് ഞാനിപ്പോൾ ഫുൾ ചിക്കൻ തന്നെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ തൂക്കം പറയാന്നുണ്ടെങ്കിൽ 1.5 കിലോ ചിക്കനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബ്രസ്റ്റ് ഭാഗമൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു മീറ്റിലുണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വരഞ്ഞ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ വരഞ്ഞ് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ മസാല നന്നായിട്ട് തന്നെ ഇറങ്ങാനാണ് കേട്ടോ ഇതുപോലെ വരയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം. ആ ഒരു ബ്രസ്റ്റ് ഭാഗം നന്നായിട്ട് തന്നെ താഴ്ത്തിയിട്ട് വേണം കേട്ടോ വരഞ്ഞ് കൊടുക്കാൻ. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പും കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഇത് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഇതാ ഒരു 3 ടേബിൾ സ്പൂണോളം സുർക്കയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരാനാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഓപ്പൺ ആക്കിയതാണ്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് മാരിനേഷൻ ചെയ്തെടുക്കാനായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. 3 കൂടെ ഒരുമിച്ച് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് ആക്കിയെടുത്തതാണ്. ഇനി ഇതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1.5 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ വെയിറ്റിനനുസരിച്ച് സാധനത്തിലൊക്കെ മാറ്റം വരുത്താം. ഇനിയിപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ കുറച്ച് ടൈം ഇട്ട് വെച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നല്ല കളറും ഉണ്ടാവും, കൂടുതൽ എരിവൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള നാടൻ മസാല തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ദാ ചിക്കൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ഈക്വലായിട്ട് വരുന്ന പോലെ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ വരയിട്ട ഭാഗത്തേക്കൊക്കെ മസാല നമുക്ക് വിരൽ വെച്ചിട്ട് തന്നെ ഇറക്കിയിട്ട് വേണം കേട്ടോ തേച്ച് കൊടുക്കാൻ. നന്നായിട്ട് തന്നെ ഉൾഭാഗത്തേക്കൊക്കെ ആവുന്ന രീതിയിൽ മസാല എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഉൾഭാഗം ഉണ്ടല്ലേ, വേസ്റ്റൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് നമുക്ക് മസാല തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ടൈമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഈ സമയത്ത് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ടൈം ഉള്ളതുകൊണ്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. അരമണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് തന്നെ അതിൽ പിടിച്ചിട്ടുണ്ടാവും. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മസാലയൊക്കെ അടിപൊളിയായിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഈ ചിക്കനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ അതിൽ ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള മസാലയിൽ ആ ഒരു പാത്രത്തിൽ അതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ ഒരു വലിയ സൈസിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു വലിയ സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതുപോലെ ക്യൂബാക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് എല്ലാം കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ആ ഒരു ബാലൻസ് ആയിട്ടുള്ള മസാലയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വെച്ചിട്ട് ആണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളത്. അപ്പോൾ അതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അത് ചിക്കനിൽ ആ ഒരു ഉൾഭാഗത്തേക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം. ഉണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ആ മസാല ഏകദേശം അതിൻ്റെ ഉള്ളിൽ നിറയുന്നതിന് അത്രയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 കാലും കൂടെ ഒന്ന് കൂട്ടിയിട്ട് കെട്ടി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കെട്ടി കഴിഞ്ഞാലാണ് അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരാതെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ ആയാലും ലാസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തായാലും നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ 2 കാലും കൂടെ ഒന്ന് കൂട്ടിയിട്ട് കെട്ടി കൊടുക്കാം. നൂലൊക്കെ വെച്ചിട്ട് ഒന്ന് കെട്ടിയെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഈ കുക്കറിൽ ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ആ ചിക്കൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള മസാലയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്കർ അടിച്ച് വെച്ചിട്ട് വിസിലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ കൂടുതൽ ടൈമൊന്നും വേവിക്കേണ്ട, ഒരു വിസിൽ വരുന്നതിന് വേവിച്ചെടുക്കുക. അതിനുശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം വേണം ഓപ്പൺ ആക്കാൻ. അപ്പോൾ ആ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാനിത് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിൽ വെച്ചപ്പോൾ ബർണറിൻ്റെ ചൂട് കുറവുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വന്നപ്പോഴേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ അതിന് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാന് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. ഓവർ ഓയിലിൻ്റെ കണ്ടൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ആ കുക്കറിൽ നമുക്ക് ആ ചിക്കൻ മാറ്റി വെച്ചിട്ട് അതിൽ ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിക്കാൻ വെച്ച് കൊടുത്തപ്പോൾ തുള്ളി പോലും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചിക്കനിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം മാത്രമാണ്. അപ്പോൾ അത് ആ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3 ഏലക്കായ, 3 ഗ്രാമ്പു, കുറച്ച് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് 3-4 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് തന്നെ വറ്റിക്കിട്ടും. അതിനുശേഷം നമുക്കതിലേക്ക് ആ ചിക്കനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ആ മസാല ഒരു സ്പൂണോ കയ്യിൽ വെച്ചിട്ട് ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് തീ കൂട്ടി വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ചിക്കന് നല്ലൊരു കളറൊക്കെ കിട്ടാനാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ടൈമിലൊക്കെ നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഇനി നമുക്കിത് സേവ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ തന്നെയാണ്. അപ്പോൾ കുക്കർ ചിക്കൻ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ, പൊറോട്ടയുടെ, റൈസിൻ്റെ ഒക്കെ കൂടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എല്ലാ ഐറ്റംസിൻ്റെയും കൂടെയും അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇതാ കുറച്ച് മന്തി റൈസും കുറച്ച് കുബൂസും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കണ്ടാ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫില്ലിംഗ് ഒക്കെ കഴിക്കുന്ന സമയത്ത് പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ, പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഇപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഉൾഭാഗത്തുള്ളതൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.